ഇന്നൊരു പുളിയിഞ്ചിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സത്യയിലെ സ്പെഷ്യൽ ഐറ്റം തന്നെയാണല്ലോ പുളിയിഞ്ചി. സാധാരണ നമ്മൾ ഇഞ്ചി കറിനേക്കാളും ഏറ്റവും ടേസ്റ്റ് ഇതുപോലെ തയ്യാറാക്കുമ്പോഴാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് മെയിനായിട്ട് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നുറുക്കിയെടുക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലാണ് നമ്മളിത് കൊത്തി അരിഞ്ഞെടുക്കേണ്ടത്. നല്ല നൈസായിട്ട് തന്നെ കൊത്തി അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ചോപ്പറൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയും കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 4-5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ലുലുവിൻ്റെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം. അതായത് നല്ല മുരിഞ്ഞ പോലെ ആയിട്ട് കിട്ടണം. അതുവരെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പുളി ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ഇഞ്ചിയൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവെത്തുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ തന്നെ ഒരു ചട്ടി വെക്കാം. ചട്ടിയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ല മൊരിഞ്ഞ പോലത്തെ കളറായി വരും. ആ ഒരു സമയം വരെ ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൽ ഇത്തിരി അധികം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടെ ഒന്ന് ഒരു മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള പുളിവെള്ളമാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയം തന്നെ നമ്മളിതിലേക്ക് ശർക്കര ഉരുക്കിയെടുത്തത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിനാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങനെ നന്നായിട്ട് ഉരുക്കിയെടുത്തതിന് ശേഷം ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് അതേ സമയം തന്നെ ഇതിലേക്ക് ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇങ്ങനെ തിള വരുന്ന സമയത്ത്, പതിച്ചു വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ? ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ചെറിയ തീയിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ പുളിയിഞ്ചിൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ, അതുവരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നങ്ങ് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയ തീയിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ആയി കിട്ടും കേട്ടോ. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മൊത്തത്തിൽ ശർക്കര ഇതിലേക്ക് ഒഴിക്കേണ്ട, നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് എടുക്കുന്നത്. പിന്നെ കണ്ടില്ല, നന്നായിട്ട് വെളിച്ചെണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്